എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് തരാൻ പോകുന്ന സന്ദേശം എന്താണെന്നാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്കെടുക്കാം. ഇൻഡിസിഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട വക്കിലായിരിക്കാം. പക്ഷേ അതിനകത്ത് ഓപ്ഷൻസ് കാണും, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കാണും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശപ്പെട്ടത് എന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരിക്കാം ഇപ്പോൾ. ഈ സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാം, നമ്മുടെ വീട്ടുകാരുടെയോ, അല്ലെങ്കിൽ ഇത് ഏതുമായിട്ടാണോ താങ്കൾ, ഏത് കാര്യത്തിലാണോ താങ്കൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ നമുക്ക് അഭിപ്രായം കേൾക്കാം. പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം. നമ്മളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് വ്യക്തമായ ഒരു തീരുമാനം നമുക്കെടുക്കണം. അതിന് നമ്മുടെ ഇൻറ്റ്യൂഷൻ ശരിക്കും യൂസ്ഫുൾ ആകും. എല്ലാം ഇപ്പോൾ വ്യക്തമായില്ലെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിച്ചിരിക്കും. നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ വേണ്ടത് ഭയത്തെ വിട്ട്, ഭയം വേണ്ട, തങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാ ഉത്തരങ്ങളും ഒരേ സമയം നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഒന്ന് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു വഴി ദൈവം തീർച്ചയായിട്ടും കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. കുറച്ച് സമയം നമ്മൾ കണ്ണടച്ച് മനസ്സിനോട് ചോദിക്കുക, ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യിപ്പിക്കുക, എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവം അടുത്ത വഴി കണ്ടെത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ വേണ്ടത് കൺഫ്യൂഷനല്ല, നമ്മൾ ശരിയായുള്ളൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. സമയം ഇച്ചിരി ഹാർഡ് വർക്കിംഗ് ആണ്. 8 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ഇത്തിരി സമയം എടുത്താണ് നമ്മളുടെ സക്സസ് കൊണ്ടുതരുന്നത്. പക്ഷേ ഇത് ഒരു ഹാർഡ് വർക്കിൻ്റെ നമ്പറാണ്. 8 എന്ന് പറയുന്നത് ശനിയുടെ നമ്പറാണ്. ഹാർഡ് വർക്ക് ചെയ്യുക, സമയമെടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടുവരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കാതെ നമ്മൾ ശരിയായ ഒരു തീരുമാനമെടുക്കുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവരുടെയും സാഹചര്യം ഒരേ രീതിയിലായിരിക്കത്തില്ല. അവരവരുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സന്ദേശം സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നമസ്കാരം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക.